മാം, നമ്മൾ എപ്പോഴാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ടത്? ഇപ്പൊ എല്ലാരും ഡെർമറ്റോളജിസ്റ്റിനെ യൂഷ്വലി കാണിക്കുന്നത് ഒന്ന് ഫെയർ ആവണം എന്നൊക്കെ ഉള്ളപ്പോഴാണ്. പക്ഷെ അത് മാത്രല്ല, ഒരു നോർമൽ സ്കിൻ കെയർ, ഒരു നോർമൽ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് മനസ്സിലാക്കാനും നമുക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ മാത്രമല്ല, അതായത് എനിക്ക് എൻ്റെ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സ്കിന്നിന് ഒരു ഇവൻ ടോൺഡ് ആയിട്ട്, അതായത് ഫെയർനെസ് അല്ല, ഇവൻ ടോൺഡ് സ്കിന്നാണ് ഹെൽത്തി. അതായത് സ്കിന്നിന്റെ ടെക്സ്ചർ നല്ലത്, അപ്പം വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പിഗ്മെന്റേഷൻ ഇല്ല, മാർക്സ് ഇല്ല, പിമ്പിൾസ് ഇല്ല. അതേപോലെ തന്നെ അത് മാത്രമല്ലാതെ ചിലർക്ക് ചിലപ്പം കുഞ്ഞു കുഞ്ഞു അരിമ്പറകൾ അല്ലെ സ്കിൻ ടാഗ്സ് പോലെ വരാം. ഇങ്ങനെ പലതരം പ്രോബ്ലംസ് ഉണ്ടാകും. അതേപോലെ തന്നെ വളരെ കോമൺലി കാണുന്നതാണ് ഫ്രിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഫ്രിക്കിൾസ് അല്ലെ സൺസ്പോട്ട്സ് എന്ന് പറയുന്നത് ഈ അൾട്രാവയലറ്റ് ലൈറ്റിനോടുള്ള എക്സ്പോസർ ഉണ്ട്. പലപ്പോഴും അത് തുടങ്ങി വരുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കില്ല, അത് നന്നായി ഡാർക്ക് ഒക്കെ ആകുമ്പോഴേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അത് പ്രോപ്പർലി കൺസൾട്ട് ചെയ്ത് അത് ട്രീറ്റ്മെന്റ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ആ സ്കിൻ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഇന്ത്യൻ സ്കിന്നിന്റെ കാര്യം പറയുകയാണ്, ഇന്ത്യൻ സ്കിന്നിൽ ഏജിങ്ങിന്റെ ഫസ്റ്റ് സൈനായിട്ട് നമ്മൾ പലപ്പോഴും ചുളിവുകളും ഇത് കാണുന്നതിനും കൂടുതലായി അല്ലെങ്കിൽ മുൻപേ കാണുന്നത് സ്കിന്നിന്റെ പിഗ്മെന്റേഷനാണ്. അതായത് കറുത്ത മാർക്കുകളും പാടുകളും ഒക്കെ വരുന്നതാണ്. അപ്പൊ ഒരു സ്കിന്നിൽ നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ കെയർ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് പറ്റിയ ഫേസ് വാഷ് ഉപയോഗിക്കുക, പറ്റിയ നൈറ്റ് ക്രീംസ് ഉപയോഗിക്കുക, പ്രോപ്പർ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇതൊക്കെ വഴി നമുക്ക് ആ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ആ സ്കിന്നിനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക, അതാണ്.